സമയം 3 മണി. ഞങ്ങൾ പുറത്തോട്ട് ഫുഡ് കഴിക്കാൻ വേണ്ടി പോവാണ്. നല്ല മഴക്കാറുണ്ട്. ഞാൻ വെയിലെന്ന് വിചാരിക്കും സൺഗ്ലാസ് ഇട്ടു, പക്ഷെ മഴക്കാറ്, വെയിലൊന്നുമില്ല. ഇതിലൂടെ അപ്പം ഞങ്ങൾ നേരെ ഇനി ഫുഡ് കഴിച്ചിട്ട് ഫുഡ് കഴിക്കൊക്കെ എവിടോട്ട് പോണേ? നമുക്ക് പത്തായം അല്ലെങ്കിൽ ദേപ്പൂട്ടി നോക്കിയാലോ? നോക്കാം അവിടെ പോയിട്ട് തിരക്ക് നോക്കിയിട്ട്. ദേപ്പൂട്ടി നമ്മൾ കഴിച്ചിട്ടേ ഇല്ല, അല്ലെങ്കിൽ കാലിക്കറ്റ് കയറാം. തിരക്ക് നോക്കിയിട്ട് അങ്ങോട്ട് പോകും. കാലിക്കറ്റ് നല്ല തിരക്കാണ്. ദേപ്പൂട്ടി നോക്കാൻ എന്തായാലും. ദേപ്പൂട്ടി എൻ്റെ ഹെന്നയൊക്കെ ചൂടില്ല, നല്ല ക്ലൈമറ്റ്. ഓടിപ്പോയി എടുത്തിട്ടോ. മിനും വാച്ച് എടുത്തില്ല, അപ്പം ഞാൻ പറഞ്ഞാൽ ഓടിപ്പോയി എടുത്തിട്ട് നമ്മൾ താഴെ എത്തിയതല്ലേ. ഈ ടാക്സിയിൽ പോകാം. എനിക്ക് ആക്ച്വലി നടന്നു പോകാൻ ഇഷ്ടം. ചെറിയൊരു മഴ പൊടിയുന്നുണ്ട്. അപ്പം നമുക്ക് നമ്മുടെ സലൂണിൻ്റെ ഫ്രണ്ടിൽ തന്നെ വെയിറ്റ് ചെയ്യുക. ഇന്നലെ 3:30 വരെ ആയിരുന്നു ഇതിനകത്ത് അംഗം. ഇപ്പം ഞാനൊരു ലൂസ് ഷർട്ടാണ് ഞാൻ എപ്പോഴും, ഇപ്പം കുറച്ചായിട്ട് ഇച്ചിരി ലൂസായിട്ടുണ്ട്. നേരത്തെ അല്ലെങ്കിൽ എപ്പോഴും നമ്മൾ ഭയങ്കര ഫിറ്റായിട്ടുള്ളത് ഇതാണ്. അപ്പം എനിക്ക് ഇച്ചിരി ഓവർ സൈസൊക്കെ എനിക്ക് ഇട്ടപ്പം കുഴപ്പമില്ല. അപ്പം അങ്ങനത്തെ പിങ്ക് ഒരു ലിനൻ്റെ ഒരു ഷർട്ടാണ് എടുത്തത്. ഞാൻ വേറൊരു മാല ഇട്ട്, അത് മിനുവിന് ഇഷ്ടപ്പെട്ടില്ല. അത് മതി, മിനുവിന് ഇത് തന്നെ ഇടാൻ പറഞ്ഞു. ഓക്കെ, അതൊക്കെ ഇത് ഇഷ്ടപ്പെട്ടോണ്ട് ഞാൻ പറഞ്ഞു ഓക്കെ ഇട്ടു. ഇയറിങ്സ് ഇതായിട്ട് ഇതിന് ഞാൻ വേറെ ഒന്നും ഇട്ട് വേണ്ട മതി, ഇതാ ചേരുന്നതെന്ന് പറഞ്ഞിട്ട്. എന്നിട്ട് പറയുന്നുണ്ട് എൻ്റെ മോനെ ഒരുക്കാൻ എനിക്ക് ഇത്ര പാടില്ല, എൻ്റെ മോളെ ഒരുക്കാൻ എനിക്ക് പാടില്ല. ഞാൻ പറഞ്ഞു മോളെ ഒരുക്കി സ്വർണ്ണമൊക്കെ വാങ്ങിച്ച് കെട്ടിച്ചു വിടണം. വരുന്നുണ്ട് ഓടി വരുന്നുണ്ട്. പിന്നെ ബ്ലാക്ക് ഷർട്ടാണ്, സെയിം അതൊരു ലിനൻ്റെ ഷർട്ടാണ്. അപ്പം ഇനിയിപ്പോൾ ഞങ്ങൾ നേരെ പോയിട്ട് എന്ത് കഴിക്കുമെന്നൊന്നും ഞങ്ങൾ പ്ലാൻ ചെയ്തിട്ടില്ല. അവിടെ ചെന്നിട്ട് മെനു നോക്കാം. പൈസ അയച്ചു കൊടുക്ക്. ഇവൻ്റെ ഒരു ആർക്കോ പൈസ കൊടുക്കും. അപ്പോൾ റൂമിൻ്റെ നെറ്റ് അത്ര ഫാസ്റ്റ് അല്ല, അത് അപ്പുറത്തെ റൂമായിട്ടുള്ള ഷെയറിങ്ങാണ്. അപ്പം ഷെയറിങ് മീൻസ് നമ്മൾ പേയ്മെൻ്റ് ഒന്നും ചെയ്യുന്നില്ല, നമ്മൾ ഇല്ലീഗലി അതെടുക്കും. സോ പിന്നെ പൈസ അയച്ചോ? നല്ല കാറ്റ്, നല്ല അടിപൊളി ക്ലൈമറ്റ്, അടിപൊളി. ഇന്നലെയൊക്കെ നല്ല വെയിലായിരുന്നു, ഇന്ന് അടിപൊളി. ഇടിപൊട്ടി മഴ പെയ്യുമോ? ഇന്നലെ ഒരു രസമാണ്. ആകാശത്തോടെ ഇന്ന് വെളുപ്പിന് 5 മണിയാണ് ഞങ്ങൾ ഫുഡ് കഴിച്ചിട്ട് ആകാശത്ത് ലൈറ്റ് പോലെ തീ പോലെ ഇങ്ങനെ പോയാൽ നമ്മുടെ മണ്ടകളും വിനുവിൻ്റെ വിനു തോണ്ട് എന്താ വിനുവിൻ്റെ അതുപോലെ നക്ഷത്രമാണെന്ന്. പിന്നെ മറ്റേതൊക്കെയാണെന്നുണ്ടെങ്കിൽ എനിക്കിങ്ങനെ ഒരു സെക്കൻഡ് അപ്പം ഞങ്ങൾ വിനു എനിക്ക് പെട്ടെന്ന് ഇതായി. അപ്പം വിനു അത് വാൽ നക്ഷത്രം ഞാൻ പറയാം ഗ്ലാസിൻ്റെ കവറ സൈഡിലാണ് ഇങ്ങനെ ഈ തപ്പെടുകണമെങ്കിൽ പണിയാന്നേ. ഞാൻ ബ്ലാക്ക് പാൻ്റാണ്, പിന്നെ ബ്ലാക്ക് ഷർട്ട്. മച്ചള ഭയങ്കര എല്ലാ കാര്യങ്ങളും. ഞാൻ വേറൊരു പാൻ്റായിരുന്നു, ഏത് പാൻ്റായിരുന്നു എടുത്തത്? ഞാൻ വേറൊരു പാൻ്റായിരുന്നു എടുത്തത്. അത് ശരിയാകത്തില്ല, ഇത് മതിയെന്ന് പറഞ്ഞുകൊണ്ട് എല്ലാത്തിലും കയറി കൈ കടത്തി. എന്നോട് പറഞ്ഞ് എൻ്റെ മോനെ ഒരുക്കാൻ എനിക്ക് പാടില്ല, മോളെ ഒരുക്കാൻ. ഞാൻ പറഞ്ഞു ഒരിക്കൽ സ്വർണം വാങ്ങിക്കണം, അത് മെയിൻ മുഖ്യം. വാച്ച് കെട്ടിച്ചു കൊടുക്കാം. നല്ല ഉറപ്പ് വേണ്ട, പറയണ്ട എണ്ണപ്പാട തട്ട് നമുക്ക് ഉറവുണ്ടോ? എനിക്ക് നടക്കാൻ ഇഷ്ടമാണ്. മഴ വരുവാൻ നമുക്ക് ടാക്സി ഇപ്പം ചുമ്മാ നടക്കാം. അതുകൊണ്ട് ആൾക്കാരൊക്കെ ഇഷ്ടം പോലെ നടക്കുന്നു. അപ്പം നമുക്ക് നടന്നങ്ങ് ചെല്ലുമ്പം ഇന്നാളിൽ എന്തോനു നമ്മുടെ ഫസ്റ്റ് ഇത് ന്യൂ ഇയറിന് ഞങ്ങൾ പോയിട്ടുണ്ടല്ലോ, ഫുഡ് കിട്ടിയില്ല. ഇതേ ഫുഡൊക്കെ പൂരത്തിരക്ക് കഴിഞ്ഞ് സാധനം തീർന്നു. ഇന്ന് പിന്നെ ഇതൊക്കെ എല്ലാ ഫാമിലീസും മുസ്ലിം ഫാമിലീസൊക്കെ അവരുടെ വീട്ടിൽ തന്നെ കുക്ക് ചെയ്യുള്ളൂ. നമ്മുടെ ഓണം പോലെ തന്നെ അതല്ലേ? അങ്ങനെയല്ലേ ഒന്ന് കുക്ക് ചെയ്ത് വിടും. ഞങ്ങൾ കഷ്ടപ്പെട്ട് പോകുമ്പോൾ നമ്മൾ ഫുഡ് കിട്ടത്തില്ലേ? നമുക്ക് വെറൈറ്റി പിടിക്കണം. എപ്പം കഴിക്കുന്ന സാധനം വേണ്ടേ? നമുക്ക് സാലഡ്സ് ഒക്കെ അങ്ങനത്തെ ഐറ്റംസ് അങ്ങനെ വെറൈറ്റി. നിങ്ങൾ കഴിച്ചു, ഞാൻ കഴിച്ചു.
ഇന്ന് വെളുപ്പിനെ ബക്രലി പാകിസ്ഥാനിൽ നിന്ന് കഴിച്ച ചിക്കൻ ചിക്കൻ കുറുമ നല്ല ടേസ്റ്റായിരുന്നു. ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല അവരുടെ എത്ര ടേസ്റ്റ് വരുമെന്ന്. കാരണം സാധാരണ ഭയങ്കര ഓയിൽ കുഴഞ്ഞിരിക്കുന്നത്, പക്ഷെ ഇത് നല്ല ടേസ്റ്റ്. ഇനി അറിയത്തില്ലല്ലോ, വിശന്ന് പൊരിഞ്ഞിരുന്നിട്ട് എനിക്ക് തോന്നിയതാണെന്നേ. ബക്രലി പാകിസ്ഥാൻ. അയ്യോ സമൂസ, ഇവിടുത്തെ സമൂസ ടിപ്പന, അവിടുത്തെ മറ്റേ അതേപോലെ തന്നെ സമൂസ ചാട്ടൊക്കെ നല്ലതാണ്. ഭംഗി. ഇപ്പം ജിലേബി ഇങ്ങനെ ഉണ്ടാക്കി വെച്ചേക്കുന്നവര്. പാനിപ്പൂരി എനിക്ക് ഇവിടുത്തെ ഇഷ്ടമല്ല. ഇപ്പൊ ഫ്രഷ് ഞങ്ങള് എന്നാ അത് വാങ്ങിച്ചോ. അപ്പൊ ഒരു 2 പീസ് വാങ്ങിക്കാം, ചുമ്മാ അങ്ങോട്ട് വന്ന് കഴിച്ചോണ്ട് പോവാം. ക്രിസ്പി നോക്കാം, നല്ല ഭംഗിയില്ലേ. എല്ലാം ചാട്ട് മസാല അങ്ങനത്തെ സാധനങ്ങൾ. പക്ഷെ അതെനിക്ക് ഇവിടുത്തെ ഇഷ്ടമല്ല. മീൻസ് ഇത് ഇഷ്ടമല്ല. ഇതിൻ്റെ ഇത് ചന വെച്ചിട്ടുള്ള അത് വേറൊരു ടേസ്റ്റാണ്. ഞാൻ ഒരു വട്ടം ട്രൈ ചെയ്തപ്പോൾ അതെനിക്ക് ഇഷ്ടപ്പെട്ടില്ല. പക്ഷെ സമൂസ അടിപൊളി. ഈ ഐറ്റംസൊക്കെ ഇവരുടെ ഇങ്ങനത്തെയൊക്കെ ഐറ്റംസ് ഭയങ്കര ഒരു. പിന്നെ ഇവിടെ വേറൊരു സംഭവം കിട്ടും, കശ്മീരി ചായ. വാങ്ങിയോ? പിന്നെ അങ്ങോട്ട് ബില്ലൂർ. ഈ ഒരു ബിൽഡിംഗ് മൊത്തം അവരുടെയാണ്. പിന്നെ ഇവിടെ കാശ്മീരി ചായ കിട്ടും, പിങ്ക് കളറാണ്. അതായത് ഉള്ള ഡ്രൈ ഫ്രൂട്ട്സ് മൊത്തം അതിനകത്ത് കാണും. പാല് മാത്രം, വെള്ളമില്ലതിനകത്ത് പാല് കുറുക്കി മറ്റേ പിങ്കും ആയല്ല അതിനകത്ത് മറ്റേ നമ്മുടെ സോറി മറ്റേ എൻ്റെ പേര് മറന്നു പോയല്ലോ. മെനുവിനോട് ചോദിക്കും, മെനുവിനറിയാം, ഞാൻ മറന്നുപോയി. ഞാൻ ഒരു വട്ടം കഴിച്ചു, ഭയങ്കര എനിക്ക് പറ്റിയില്ല. ഭയങ്കര തിക്കു പാലും ഒരേ ഡ്രൈ ഫ്രൂട്ട്സ്, അതായത് നമ്മുടെ ആൽമണ്ട് ഇങ്ങനെ ചെറുതായിട്ട് ചോപ്പ് ചെയ്തിട്ടത്. വിനു ആ കാശ്മീരി ചായക്കകത്ത് കാശ്മീരി ചായക്കകത്ത് എന്തൊക്കെ ഒരു പിങ്ക് കളറിലെ അതിന്റെ പേരെ കിട്ടാൻ എല്ലാം ചോപ്പ്. അതൊന്ന് തിന്നാലോ, കുടിച്ചാലുണ്ടല്ലോ പിന്നെ ഒന്ന് തിന്നത് മട്ടിച്ചു പോകും. എടുത്തെടുത്ത് ഇത് കണ്ടപ്പോൾ ഞങ്ങൾ കയറിയതാ. ഈ ഏരിയയിലെ ഏറ്റവും തിരക്കുള്ള റെസ്റ്റോറൻ്റാണ്. 24 hours ഉണ്ട്. തിരക്കൊക്കെ ഭയങ്കര തിരക്കാനത്. ഈ ഏരിയ പാകിസ്ഥാൻ ഏരിയ ഒരേ റെസ്റ്റോറൻറ്റ്. ഭയങ്കര ടേസ്റ്റാണ്, നല്ല ടേസ്റ്റ് ഉണ്ട്. നാട്ടിലെ പോലെ ഭയങ്കര തിന്ന. നാട്ടിന് ഇച്ചിരി കൂടി വീതിയുണ്ട് അല്ലേ? വീതിയല്ല, കട്ടി. കാണിച്ചേ. അതും ചൂടോട്, മീൻസ് അവർ തന്നെ അവിടെ തന്നെ ചെയ്ത് അങ്ങനെ വെക്കുന്നതാണ്. കറാച്ചി സ്വീറ്റ്സ് എന്നാണ് അതിൻ്റെ പേര്. നല്ലതാണ്. ഈ ഏരിയയുടെ മൊത്തം പാകിസ്ഥാൻ റെസ്റ്റോറൻറ്റ്. പൊടിക്കാറ്റ് പൊന്നോ മാസ്ക് എടുത്തില്ല. ഒരെണ്ണം കാണിക്കണേ. ഇന്നലെ രാത്രി തൊട്ട് ഫുൾ സ്വീറ്റ്സാണ് പുറത്ത്. വെറൈറ്റി സ്വീറ്റ്സ് മൊത്തം ഇങ്ങനെ ഈ രണ്ടെണ്ണം കാണിച്ച് 2 റെസ്റ്റോറൻറ്റ്. ഒന്ന് റഫീഖ് സിയാൽക്കോട്ട്, മറ്റേ കസ്റ്റർ സിയാൽക്കോട്ട്. ഇന്നലെ രാത്രി ഇതിൻ്റെ 3 വന്നപ്പോൾ എന്താ രസം അറിയും, ഫുൾ സ്വീറ്റ്സ്, വെറൈറ്റി സ്വീറ്റ്സ്, നല്ല കളറൊക്കെ ഉണ്ട്. കഴിക്കാൻ തോന്നും, പക്ഷേ ഭയങ്കര മധുരമില്ല. നല്ല റെസ്റ്റോറൻറ്റാണ്. ആക്ച്വലി ഞാൻ 3:30 വരെ സലൂണിലാണല്ലോ. അപ്പം വിനു വന്നിട്ട് ഇതുവഴി നടപ്പലായിരുന്നു പരിപാടി. രാത്രി അത് രസമൊന്നുമല്ല. ഞാൻ 3 പ്രാവശ്യം സൂപ്പർ മാർക്കറ്റിൽ പോയി പഞ്ചസാര മേടിക്കാനായി. 3 പ്രാവശ്യം പറഞ്ഞു. സൂപ്പർ മാർക്കറ്റിൽ കയറിയിട്ട് കറങ്ങി അടിച്ച് തിരിച്ചു പോകും. പാല് മാത്രം വേണം. പാല് വാങ്ങിച്ചു വെച്ചു. എനിക്ക് മധുരം വേണ്ട, വിനുവിനും മധുരം വേണം. മധുരം വെച്ചാൽ കുറച്ച് മധുരം വേണ്ട, കൂടുതലൊന്നും വേണ്ട. കല്യാണം കഴിഞ്ഞ സമയത്ത് ഞാൻ ചായ ഉണ്ടാകും, ചായക്ക് ഭയങ്കര മധുരമാണ്. ഞാൻ മധുരം ഇപ്പോൾ ഇടാത്തപ്പം വിനുവിന് ചായ 2 പ്രാവശ്യമൊക്കെ എന്നോട് മധുരം ഇടും. അതുപോലെ ആദ്യമൊക്കെ ഞാൻ മീൻകറിയൊക്കെ ഭയങ്കര മധുരമായിരുന്നു. എരിവായിരുന്നു. ഇങ്ങനെ എനിക്ക് തന്നെ അങ്ങനെ കഴിക്കാൻ പറ്റില്ല, അത്ര ഞാൻ എരിവിടുമായിരുന്നു. മോനുണ്ടായത് പിന്നെ ഈ ഒരു പച്ചമുളകൊക്കെ ഇട്ട് കറി വെച്ച് വെച്ച് എനിക്കിപ്പോൾ എരി പറ്റത്തേ ഇല്ല. അപ്പം വിനു പറയും പണ്ടത്തെ ഇതൊക്കെ പോയി കേട്ടോ ലിബിന്ന്. അല്ല, പണ്ടത്തെ ലിബിയുടെ എല്ലാ കറി വെക്കുന്ന സ്റ്റൈലൊക്കെ പോയി, ആ ടേസ്റ്റൊക്കെ പോയി. അത് വെച്ചാൽ
മോൻ വന്നപ്പോഴും കുഴപ്പമില്ല, പക്ഷേ മസാല ഇത്തിരി അല്ല എന്താ പറയുക, എരിവൊക്കെ ഇത്തിരി കുറഞ്ഞു മാത്രമേ ഉള്ളൂ. ഇപ്പം ജിമ്മിൽ പോകുന്നത് ഇപ്പോൾ ഭയങ്കര ഡയറ്റിംഗ് ആയി, കംപ്ലീറ്റ് മസാലയും കുറച്ച്. ചില സമയത്ത് കറി കാണുമ്പോൾ എന്തോ തോന്നും, പറയാൻ പറ്റില്ല. അതല്ല അത് അപ്പൊ ഈ കഴിഞ്ഞ ദിവസം വെച്ച് മീൻകറി എങ്ങനെ ഉണ്ടായിരുന്നു? മീൻകറി കുറച്ച് വെറൈറ്റി പിന്നെ ബീഫ് തട്ടുന്നുണ്ടായിരുന്നല്ലോ. നല്ല രീതിയിലാക്കി, ഞാനും കഴിക്കാനുള്ളത് മാത്രം. അത് ശരി, അത് മീനും ഉള്ളതുകൊണ്ട് ഇല്ലെങ്കിൽ ഞാൻ അത്ര മസാല ഒന്നും ഇടില്ല. എനിക്കറിയത്തില്ല, ഇപ്പൊ എനിക്ക് ഒത്തിരി മധുരം കഴിച്ചാലും നെഞ്ചെരിയും, എരിവ് കഴിച്ചാലും വയറിനകത്ത് എരപ്പും വരും. മസാല കഴിക്കാതെ ഇരുന്നിട്ടാണ് അധികമുള്ള മസാല കുറച്ച് കുറച്ച്, പിന്നെ എന്തെങ്കിലും മസാല ഉള്ളത് കഴിക്കുമ്പോൾ വയറിൽ പെട്ടെന്ന്. പക്ഷെ ഞാൻ മനസ്സിലാക്കിയതോളം ഒത്തിരി മസാല കഴിക്കുന്നത് നമ്മുടെ സ്കിന്നിനും ഹെൽത്തിനും ഒന്നും അത്ര നല്ലതല്ല. ഡൈജഷൻസും അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾസ് വരും. നമ്മൾ അധികം എരിവൊന്നും കഴിച്ചിട്ട് നമ്മുടെ സ്കിന്നൊക്കെ കുറച്ച് ലൈറ്റ് ആവും. ഞാൻ കുറച്ചുകൂടി ബ്ലാക്ക് ആയിരുന്നേ, ഇപ്പോൾ കുറേ സ്കിൻ ഭയങ്കര ബെറ്റർ ആയില്ലേ. ഇന്ന് വീണ്ടും എന്നോട് ചോദിക്കും നീ പിന്നെയും എടുത്തോ. ഞാൻ പറഞ്ഞത് കണ്ണങ്ങനെ പറ്റി ഞാൻ കറുത്താങ്ങനെ പോയി കാണിച്ചാൽ നിങ്ങളെ സത്യം ഞാൻ സ്പോട്ടിൽ തന്നെ കാണും. ഞാൻ തന്നെ ചിലപ്പോൾ ദൈവമേ വിനു ശരിക്കും, എന്നിട്ട് ഞാൻ ചില ഫോട്ടോ എടുത്ത് വിനു ശരിക്കും വിനു ഇത് എനിക്ക് ഇത്രയും കളറായോ വിനു എന്നൊക്കെ ചോദിക്കും. ഒട്ടും ഞാൻ വെയിൽ കൊള്ളണില്ലല്ലോ. റൂമും സലൂണും അറിയാമല്ലോ, അപ്പുറം ഇപ്പുറമാണ്. നാട്ടിൽ നിന്ന് വെച്ചാൽ എപ്പോഴും 2 വീലർ കൊടുത്ത് കരിയും പുകയും കൊണ്ട് ഒരു വെയിൽ പോലും ഞാൻ വിടാറുണ്ട്. അപ്പം ഇപ്പം നമ്മൾ വെയിലൊന്നും കൊള്ളാത്തതുകൊണ്ട് സ്കിന്ന് നല്ല ബ്രൈറ്റായിട്ട്. പിന്നെ ഉണ്ടല്ലോ ഞാൻ നിറയെ ഫ്രൂട്ട്സ് കഴിക്കും. ഞാൻ വാങ്ങുന്ന സാധനത്തിൽ എനിക്ക് ഏറ്റവും കൂടുതലായിട്ട് വരുന്ന സാധനം എന്താ? ഫ്രൂട്ട്സ് അല്ലേ. എല്ലാ ഫ്രൂട്ട്സും കഴിക്കും. ബെറീസ് കഴിക്കും, പിന്നെ കിവി, പിന്നെ ഓറഞ്ച്, ആപ്പിള്. ഓറഞ്ച് നന്നായിട്ട് കഴിക്കും, ആപ്പിള്, പിന്നെന്താ പേര് പിന്നെ എല്ലാം കഴിക്കും. ഫ്രൂട്ട്സ് എന്നും, ഫ്രൂട്ട്സ് ഇല്ലെങ്കിൽ എന്തോ പോലെ എനിക്ക്. ഫ്രൂട്ട്സും മുട്ട ഫ്രിഡ്ജിലില്ലെങ്കിലുണ്ടല്ലോ ഞാൻ പെട്ടെന്ന് ചിക്കൻ പെട്ടെന്ന് എനിക്ക് ടെൻഷനും. ഒന്നുമില്ലാത്ത പോലെ, വേറെ ഒന്നുമില്ലല്ലോ എനിക്ക്. ഓക്കെ, അന്ന് എനിക്ക് സ്കിന്നൊക്കെ കുറച്ച് ബെറ്ററായി. ഈ പറയത്തില്ല, പ്രായമാകുമ്പോൾ അമ്മച്ചിക്കൊരു ഇളക്കം വന്നു. അതുപോലെ വയസ്സായപ്പോഴാണ് നമ്മൾ കുറച്ചുകൂടെ ഹെൽത്തും ബോഡിയൊക്കെ ശ്രദ്ധിക്കുന്നത്. പ്രായം എന്ന് വെച്ചാൽ അത്രയ്ക്കൊന്നും ആയിട്ടില്ല, 17, 18 അത്ര അതിനൊക്കെ നിൽക്കും. അത്രേ ഉള്ളൂ. മഴ നന്നായിട്ട് പൊഴിയാൻ തുടങ്ങി, കുഴപ്പമില്ലെത്തി. ഇങ്ങോട്ട് വന്നിട്ട് മലയാളികളുടെ റെസ്റ്റോറൻറ്റ്. ഈ ഉണ്ടമ്പൊരിയും പഴംപൊരിയും കാണുമ്പോൾ പറയും നമുക്ക് അതൊക്കെ ഒന്ന് കഴിക്കാൻ തോന്നും. എനിക്ക് ഉണ്ടമ്പൊരി ഭയങ്കര ഇഷ്ടമാണ്. ഉണ്ടമ്പൊഴി എന്ന് പറയും ബോണ്ടാന്നും പറയും. ഞങ്ങളുടെ നാട്ടിൽ പത്തനംതിട്ട ബോണ്ടാന്ന് പറഞ്ഞു, എറണാകുളത്ത് ഉണ്ടമ്പൊഴി എന്ന് പറയുന്നത്. എനിക്കത് ഭയങ്കര ഇഷ്ടമാണ്. ക്രിസ്പിയായിട്ട് അതിൻ്റെ സൈഡൊക്കെ മുരിഞ്ഞിരിക്കും, അത് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം അത് കാണുമ്പോൾ സത്യത്തിൽ കഴിക്കാൻ തോന്നും. പക്ഷെ നമ്മൾ അതല്ലല്ലോ ലക്ഷ്യം. നമുക്ക് ദേ പുട്ട്, അല്ലെങ്കിൽ അവിടെ ചെല്ലുമ്പം ദേ പുട്ടുണ്ടായാൽ മതി. അത് നമുക്ക് അടുപ്പിൽ കഴിക്കണം. ഇത്രയും ദിവസം നമ്മൾ നോയമ്പെടുത്ത് എന്തെങ്കിലും ആവശ്യമായിട്ട് കഴിക്കുക. പക്ഷെ നമ്മൾ നാളെ തൊട്ട് പിന്നെ ഡയറ്റിലാണ്. ദേവൂട്ടിലെ തിരക്കാണ് ഇവിടെ. ദേവൂട്ടി തിരക്ക്. അപ്പുറം പത്തായത്തിൽ തിരക്ക് പോയി നോക്കിയിട്ട് നമുക്ക് ഫൈനലൈസ് ചെയ്യാം. എവിടെ വെയിറ്റ് ചെയ്യണമെന്ന് നമുക്ക് ഫൈനലൈസ് ചെയ്യാം. എല്ലായിടും എനിക്കൊന്ന് വെയിറ്റ് ചെയ്യേണ്ടി വരും. ഞങ്ങൾ ക്യൂവിലാണ്. അവിടെ ക്യൂവിൽ തന്നെ 10 പേരിരിക്കുമോ? അപ്പുറത്ത് നോട്ട്ബുക്കിൽ പോയാലോ? അവിടെ ഇരിക്കുന്നവരെല്ലാം, ആ ചെയറിലിരിക്കുന്നവർ മൊത്തം വെയിറ്റിംഗ്. നമുക്ക് നോട്ട്ബുക്കിൽ പോയാലോ? നോട്ട്ബുക്ക് അല്ല, ഫുഡ് ബുക്ക്. ഇവിടെ മറ്റേ റൈസ് നമ്മുടെ ക്രിസ്ത്യൻ ഇതില്ലേ, അതേപോലെ പെരുന്നാളിന് കൊടുക്കത്തില്ലേ, അതേപോലെ. എന്നിട്ട് അതിൻ്റെ കൂടെ സ്പെഷ്യൽ ഐറ്റംസ് അങ്ങനെ അത് വേണം. ദേവൂട്ടിൽ പക്ഷെ വെളി നോക്കാം. ഇവിടെ എന്തോ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യാൻ പോവാ. അവിടെ സ്പെഷ്യൽ ഡേയ്സിലൊക്കെ ഇവിടെ ഇങ്ങനെ ഓരോ പ്രോഗ്രാംസ് കാണുമേ. ദേവൂട്ടിലെത്തി. പക്ഷെ എവിടെ സ്പേസ്? അതായത് 2 പേർക്ക് ഇരിക്കാൻ പറ്റിയ സീറ്റ് ഇവിടെ കിടപ്പുണ്ട്. റെഡിയായി, 2 പേർക്കുള്ള സീറ്റുകൾ റെഡിയായി ക്ലീൻ ചെയ്തിട്ടുണ്ട്. ഒരു
രക്ഷയില്ല. ഞാനോർത്ത് 3:30 ആയില്ലേ, തിരക്കൊന്നും കാണില്ല. മറ്റേ കാലിക്കറ്റ് എപ്പോഴും തിരക്കാണ്. പക്ഷെ ഇവിടെ ഇങ്ങനെ ഞാൻ പ്രതീക്ഷിച്ചില്ല. എൻ്റെ കണക്കൂട്ടലിനെല്ലാം തെറ്റി. പണിപാട് ഇവിടെ ബിരിയാണീസേ ഉള്ളൂ. ബിരിയാണീസ് മീൻസ് വെറൈറ്റി, മീൻസ് എന്താ പറയുക, ഹൈദരാബാദി, കല്യാണി ബിരിയാണി, പ്രോൺസ് ബിരിയാണി, കിങ് ഫിഷ് ബിരിയാണി, അങ്ങനെയുള്ള ഫ്രൈഡ് ചിക്കൻ ബിരിയാണി, ചിക്കൻ ബിരിയാണി, മട്ടൺ ബിരിയാണി, ബീഫ് ബിരിയാണി. ഞാനൊരു കല്യാണ ബിരിയാണി, പിന്നെ ഒരു ബീഫ് ബിരിയാണി പറഞ്ഞു. ഞാൻ അതല്ല ഉദ്ദേശിച്ചത്. സാറില്ല പോട്ടെ, എല്ലാവരും ഇന്ന് ബിരിയാണിയാണ്. ഓക്കെ, ഞാൻ ബിരിയാണി ലവറല്ല. ഞാൻ എന്തൊക്കെയോ പ്രതീക്ഷിച്ച് വന്നിട്ട് 3:30 ബിരിയാണിയാണ്. നല്ല ചൂട് പൊറോട്ടയും നല്ല ചിക്കൻ ഫ്രൈ അങ്ങനൊക്കെ എന്തെല്ലോ സാധനങ്ങൾ വെക്കും. ഇന്നൊരു പുട്ടെങ്കിലും കൂടെ. വിനുവിനൊക്കെ ബിരിയാണി ഇഷ്ടമാണ്. ഞാൻ ഓൾമോസ്റ്റ് കുറേ ആയി, 1 മാസം 1-2 മാസം കാണായി ബിരിയാണി. ഒരു ബിരിയാണി ലവറല്ല ഞാൻ. അതുകൊണ്ടാണ്, വേറെ പ്രശ്നമൊന്നുമില്ല. എനിക്ക് മറ്റേ അല്ലാതെ കഴിക്കുന്നത്. ഞാനിതൊക്കെ പ്രതീക്ഷിച്ച് വെറൈറ്റി ഒക്കെ ഉണ്ടാവുമെന്നൊക്കെ വിചാരിച്ചു. വെറൈറ്റി സാലഡ്സോ അതും ഇതുമൊക്കെ പറയണമെന്ന് വിചാരിച്ചത്. പണിപ്പാളി ഗൈസ്, കുഴപ്പമില്ല. വിനുവിന് ബിരിയാണി ഇഷ്ടമാണ്. വിനു വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ പറയും വിനു എന്തായാലും ഒരു ബീഫ് ബിരിയാണി കഴിയും, ഒരെണ്ണം വാങ്ങിയാൽ നമുക്ക് ഹാഫ് ഓഫ് കഴിക്കാം, എന്നിട്ട് വേറെ എന്തെങ്കിലുമൊക്കെ പറയാൻ തോന്നുന്നു. വിനു ആഘോഷിച്ച് നടന്നു. കുഴപ്പമില്ല, നേരം വൈകിട്ടില്ലല്ലോ. നമ്മുടെ വീടിൻ്റെ അടുത്ത് കഴിഞ്ഞ വട്ടം വാങ്ങിച്ച ചിക്കൻ ഫ്രൈ ഉണ്ടല്ലോ, നമുക്കത് വാങ്ങിക്കാം. അവിടെ നല്ല വെറൈറ്റി സാധനമാണ്. അല്ലെങ്കിൽ നമുക്ക് മറ്റേ അപ്പൻ്റെ എസ്റ്റോയ്ക്ക് അത് പറയാൻ മതിയായിരുന്നു. മറ്റേ ഇതിന് അന്ന് നമ്മൾ കഴിച്ചില്ലേ, എന്താ ഫുഡ് ബുക്ക് നൈസ് കേട്ടോ. ഞാൻ ഫസ്റ്റ് ടൈം എന്നാണ് ഇപ്പോൾ പക്ഷേ അവർ എന്താ പറയുന്നത്, സർവീസും വളരെ നല്ലതാണ്. അതുകൂടാതെ എന്താ പറയുന്നത്, ഇപ്പം കത്തിയല്ലോ, ഭയങ്കര കത്തിയാണ്. ഇവിടുത്തെ റേറ്റ് ഭയങ്കര കത്തിയാണ് നോർമലി അപേക്ഷിച്ചു. ടേസ്റ്റ് ഉണ്ടെന്നൊക്കെ. കല്യാണ ബിരിയാണി കഴിച്ചിട്ടില്ല, അതുകൊണ്ട് നോക്കാം. കല്യാണ ബിരിയാണി കോഴിക്കോട് കണ്ടൊരു ആ ബിരിയാണി അല്ലേ, എനിക്കറിയില്ല. ഈ ചിക്കനോ. കുറേ നാൾക്ക് മുന്നേ ഞങ്ങൾ കണ്ണൂർ ഒരു ബ്ലോഗ് കണ്ടിട്ട് ഒരു ചെറിയ റെസ്റ്റോറൻറ്റ് പോരും. തിരക്കൊരു കിട്ടും. ഫിഷിൻ്റെ വെറൈറ്റി കിട്ടുന്നതാണ്. മീൻ മുട്ട മുതൽ എല്ലാ ഐറ്റംസ് കിട്ടും. നമ്മൾ കുറേ സാധനങ്ങൾ ക്യൂ വാങ്ങിച്ചു. പിന്നെ എന്താ പറയുക, ക്യൂ നിന്ന് ബാക്കിൽ നിന്നിട്ട് വേണം സീറ്റൊക്കെ പിടിക്കാൻ. പക്ഷെ അധികം റേറ്റും ഇല്ല, നല്ല ടേസ്റ്റ് ഫുഡ്, ഫ്രഷ് ആയിട്ടുള്ള ഫിഷേ ഉള്ളു അവിടെ കേട്ടോ. വേറെ അങ്ങനെ ബീഫ് അങ്ങനത്തെ സാധനമാണ്. ഫിഷും കല്ലുമ്മക്കായും ഉണ്ട്, പിന്നെ മറ്റേ സാധനം ഉണ്ടായിരുന്നു, കുറേ സീ ഫുഡും എല്ലാം ഉണ്ട്. കിങ് ഫിഷ് ഫ്രൈ നമ്മളൊന്നും വാങ്ങിച്ചു. പ്രോൺസ് വാങ്ങിച്ചായിരുന്നു. മറ്റേത് മാന്തൾ അമ്മയ്ക്ക് വേണമെന്ന് പറഞ്ഞ് വാങ്ങിച്ചു. പിന്നെ മറ്റേതും എന്തൊരു പേരും കല്ലുമ്മക്കായ് വാങ്ങിച്ചു. ഞാൻ കഴിച്ചില്ല. ഞണ്ടില്ലായിരുന്നു. അങ്ങനെ നല്ല ഒരു ബ്ലോഗ് കണ്ടുപിടിച്ച് കഴിച്ച ഫുഡില്ല, അതാണ് ഏറ്റവും നല്ലത്. ശരിക്കും നമ്മുടെ വീട്ടിൽ പഴയ ടേസ്റ്റ്, അടുപ്പത്താന്ന് തോന്നുന്നു അവിടെ ഉണ്ടാക്കുന്നത്, അതാ ടേസ്റ്റ്. നല്ല മസാല. ഇനി ഒരെണ്ണം ഞാൻ കണ്ടു വെച്ചിട്ടുണ്ട്, കോഴിക്കോടാണ്. അവിടെ പോയി ട്രൈ ചെയ്യുന്നു. പുഴുക്ക, അവിടുത്തെ പുഴുക്കും ഫിഷും അങ്ങനത്തെയൊക്കെ. പിന്നെ ലക്ഷ്മി നായർ മാഡം ഇടുന്ന ഒരു ബ്ലോഗുണ്ട്, അവർ ചെറിയ കടകളിൽ പോയിടും. അത് കാണുമ്പോൾ കഴിക്കും. എനിക്ക് അങ്ങനെ മീൻ ഐറ്റംസ് ഒക്കെയാണ് കൂടുതൽ ഇഷ്ടം. കപ്പ മീൻ, പുഴുക്ക് ടൈപ്സ് അങ്ങനത്തെയൊക്കെ സാധനം. ദൈവമേ, ബീഫ് തമ്മിടാൻ പോയിട്ടേ ഉള്ളൂ എന്ന് തോന്നുന്നു. പണി കിട്ടും. അച്ചാറ് സാലാഡും വിളമ്പിട്ട് അവർ പോയിട്ട് അരമണിക്കൂറായ വിനുവിൻ്റെ സാലഡ് കഴിഞ്ഞു. പിന്നെ ദമ്മിട്ടെങ്കിൽ ഞങ്ങൾ പോയിട്ട് പിന്നെ വരാന്ന് പറ.
വരുന്നവരൊക്കെ പിടിച്ചിരുത്തുന്നുണ്ട്, അതിനൊരു കുറവില്ല. അങ്ങനെ ബീഫ് ബിരിയാണി വന്നു, കല്യാണ ബിരിയാണി വന്നു. ലിബി കല്യാണ ബിരിയാണി സെർവ് ആണ്. നോക്കാം ഇങ്ങനെ ഉണ്ടെന്നുള്ളത്. ഈ കല്യാണ ബിരിയാണി കണ്ടിട്ട് ഞാൻ വീട്ടിൽ വെക്കുന്ന ബിരിയാണി പോലെ ഉണ്ടെങ്കിൽ ചുമന്നിരിക്കണം. ചിക്കൻ പീസ് ഇല്ലേ? ആ മോള് റൈസ് മാറ്റി അത്രയും റൈസ് അത് കഴിക്കാം. വിചാരിച്ചിട്ടാ. എവിടെ ചിക്കൻ? ദൈവമേ, ഈ ഒരു പീസാണ് ഇതിനകത്തുള്ളത്. കഴിച്ചിട്ട് പറയൂ. കഴിച്ചിട്ടില്ല, അത് ഞാൻ പീസ് നോക്കട്ടെ. എനിക്ക് കാലൊന്നും ഇഷ്ടമല്ല. നോക്കട്ടെ, ആദ്യം റൈസ് ടേസ്റ്റ് ചെയ്യാവേ. ഇത് നമ്മൾ വീട്ടിൽ വെക്കുന്ന ബിരിയാണി. എങ്ങനെയുണ്ട് വിനു? ബീഫ് കുറച്ച് ടൈറ്റാണ്, ആ സോഫ്റ്റ്, അങ്ങനെ കുഴപ്പമില്ല. ഞാൻ പ്രതീക്ഷ പോലെ ഇല്ല. എൻ്റെ ബിരിയാണിയും പാളി. നോർമൽ നമ്മൾ വീട്ടിൽ വെക്കുന്ന ബിരിയാണി. കല്യാണ ബിരിയാണി ഇതായിരുന്നു നമ്മുടെ കുക്കർ ബിരിയാണി. അതാണ് കല്യാണ ബിരിയാണി. എന്നാൽ കുക്കർ ബിരിയാണി എന്നായിരുന്നു അവർ പറയുന്നത്. ഞാൻ വിചാരിച്ചപ്പോൾ എന്താണെന്നറിയോ, കല്യാണ തലേദിവസം ചിലവരുടെ വീടുകളിൽ ബിരിയാണി ഉണ്ടാക്കത്തില്ല, ഒരു വാനില എസൻസ് ഒക്കെ ഇട്ടിട്ടോ പണ്ടൊക്കെ. ഇപ്പം പിന്നെ പല പല വെറൈറ്റി ആയി. ഞാൻ അതായിരിക്കുമെന്ന് വിചാരിച്ചു. പണ്ടൊക്കെ കല്യാണ തലേദിവസം ഈ വാനില എസൻസ് പൈനാപ്പിളൊക്കെ ഇട്ടിട്ടൊരു ബിരിയാണി ഉണ്ടാക്കത്തില്ലേ? കഴിച്ചിട്ടില്ല? ആ, ഞങ്ങളുടെ നാട്ടിലോട്ടൊക്കെ ഉണ്ടോ പൈനാപ്പിൾ, ചെറിയ കഷ്ണം വാനിലയുടെ എസൻസ് ഒക്കെ ഇട്ടിട്ട്. അതായത് നമ്മുടെ എന്തുവാ പറയുന്നത്, റൈസ് വേറെ ചിക്കൻ വേറെ വെച്ചിട്ട് പിന്നെ അങ്ങനെ ബിരിയാണി ആക്കി തരുമല്ലോ. എൻ്റെ പിന്നെ എനിക്ക് കണ്ണൂരി അറിയില്ല. ഞങ്ങളുടെ പത്തനംതിട്ട അങ്ങനെ ചെയ്യും. പണ്ട് എറണാകുളത്തുള്ള ഏത് ഹോട്ടലിൽ പോയാലും ബിരിയാണി പറഞ്ഞാൽ അപ്പം തന്നെ ചിക്കൻ വേണമെങ്കിൽ ചിക്കൻ മസാല ഇടും, ചിക്കൻ ഇടും, അങ്ങനെ കൂടെ റൈസ് ഇടും, അങ്ങനെ ചിക്കൻ ബിരിയാണി. ഞാൻ വിചാരിച്ചു അങ്ങനത്തെ ടൈപ്പ്. പക്ഷേ പിന്നെ കുറേ മസാലാസും ഉണ്ട് ഇതിന്. മസാല കൂടുതൽ മധുരമുള്ള മസാല. മസാല അടിയിലുണ്ട് തിന്നത്. അപ്പം കുഴപ്പമില്ല. ചിലപ്പോൾ എനിക്ക് ബിരിയാണി അങ്ങനെ വലിയ താല്പര്യം ഇല്ലാത്തതുകൊണ്ടായിരിക്കും. എനിക്ക് ഫ്രൈ ചെയ്ത് വെക്കുന്ന ബിരിയാണി ഉണ്ടല്ലോ, വിനുവിൻ്റെ അമ്മ വെക്കും ഫ്രൈ ചെയ്ത്. വിനുവിൻ്റെ അമ്മയുടെ വെക്കുന്ന കണ്ടിട്ടാണ് ഞാൻ ബിരിയാണി വെക്കാൻ പഠിച്ചത്. ഫ്രൈ ചെയ്തിട്ട് അമ്മ ചിക്കൻ ബിരിയാണി വെക്കാം, നല്ല ടേസ്റ്റ്. ഇഷ്ടം നമ്മൾ ബിരിയാണി ഇഷ്ടമാണ്. പിന്നെ ബിരിയാണിക്ക് എടുക്കാതെ കുറച്ച് ചിക്കൻ കഷ്ണങ്ങളൊക്കെ ഉണ്ടല്ലോ, അതെല്ലാം വെച്ചിട്ടമ്മ നാളെ രാവിലെ പുട്ടിന് വേണ്ടി ഈ ഒരു കറി വെക്കും. ഈ ബാക്കിയുള്ള ചിക്കൻ പീസ്, അതായത് ചിറക്, കഴുത്ത്, പിന്നെ മട്ടൻ കറി, അതെല്ലാം കൂടെ വെച്ചിട്ട് അത് നല്ല ടേസ്റ്റാണ്. പക്ഷെ അമ്മയുടെ ചിക്കൻ കറിക്ക് അത്രയും ടേസ്റ്റ് കാണത്തില്ല, ആ സാധനത്തിന് ഭയങ്കര ടേസ്റ്റാണ്. ഞാൻ പറഞ്ഞത് ശരിയല്ലേ? അമ്മയുടെ ആ ഒരു പുട്ടിന് കഴിക്കുന്നേ. ചിക്കൻ ബിരിയാണി ഉണ്ടാക്കുന്നതിന് മുന്നേ ചിലപ്പോൾ നാളെ ചിക്കൻ ബിരിയാണി ഉണ്ടാക്കണമെങ്കിൽ ഇതിനകത്ത് ചിലപ്പോൾ ചപ്പാത്തിയും അതിന് കുറച്ചെടുത്തിട്ട് റോസ്റ്റ് ഉണ്ടാക്കും. ഭയങ്കര ടേസ്റ്റാണ്. ഈ പിറ്റേ ദിവസം ബിരിയാണി കഴിഞ്ഞാൽ അടുത്ത ദിവസം രാവിലെ പുട്ടും ഇത് വെച്ചിട്ട് കറി ഉണ്ടാകും. ഭയങ്കര ടേസ്റ്റാണ്. പിന്നെ അമ്മേൻ്റെ ബിരിയാണി തന്നെ കസ്റ്റമൈസ് ചെയ്ത ബിരിയാണി. ഞങ്ങൾക്ക് എന്താ ഇഷ്ടം അതേ രീതിയിൽ പുള്ളിക്കാരി ബിരിയാണി ഉണ്ടാകും. ഞങ്ങൾക്ക് മസാല കൂടുതൽ വേണ്ടത്. പുള്ളിക്കാരി മസാല കൂട്ടിയിട്ട് ബിരിയാണി ഉണ്ടാകും. മസാല കൂട്ടി ബിരിയാണി ഉണ്ടെങ്കിൽ കഴിച്ച് പിറ്റേ ദിവസം രാവിലെ ഉച്ചയ്ക്ക് ഈ റൈസും മസാലയും കൂടെ മിക്സ് ചെയ്തിട്ട് മറ്റേ ആവി കയറ്റിയിട്ട് കഴിക്കാം. നല്ല ടേസ്റ്റ്. അതായത് ഇവിടെ ഭയങ്കര സൗണ്ട്, അവിടെ ഒരു പ്രോഗ്രാം നടക്കുക.
അതായത് പിറ്റേ ദിവസം ഇപ്പം ഇന്ന് ചിക്കൻ ബിരിയാണി വെച്ചു, ഉച്ചയ്ക്ക് നമ്മളൊക്കെ കഴിച്ചു, വൈകുന്നേരം ചപ്പാത്തി ആയിരിക്കും. പിറ്റേ ദിവസം ആകുമ്പോൾ ബിരിയാണി കുക്കറിനല്ല ഇഡലി ചെമ്പിനകത്ത് വാഴയിൽ വെച്ചിട്ട് ആവി കിട്ടും, ഫ്രിഡ്ജിൽ നിന്ന് എടുത്തിട്ട്. നല്ല മിക്സ് ചെയ്തിട്ട് ഇതെല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് ആവി കിട്ടും ഇലക്കകത്ത് വെച്ച്. നല്ല ടേസ്റ്റാണ്. പക്ഷേ ഈ പറഞ്ഞ പോലെ ഞാനൊരു ദിവസം ബിരിയാണി കഴിക്കുന്നത്, വിനൊക്കെ ബിരിയാണി ലവേഴ്സാണ്, അതുകൊണ്ട് അവർ 3 നേരം തിന്നും, ഞാൻ കഴിക്കുന്നില്ല. അതുകൊണ്ട് ചേച്ചിക്ക് ഭയങ്കര ഇഷ്ടം ബിരിയാണി രുചി. ഞാൻ എൻ്റെ മോനും ഒരു നേരം പോലും കഴിക്കത്തില്ല ബിരിയാണി. ഞാൻ പറയുമ്പോഴാണ് എനിക്കിഷ്ടമല്ലേ നിറത്തില്ല എന്ന് പറഞ്ഞിട്ട് തുടങ്ങും. അവൻ ഇപ്പോൾ ഒരു പരിപാടി ഉണ്ടെങ്കിൽ തന്നെ ചേച്ചി ചോദിക്കട്ടെ, ഇവിടെ ഇപ്പോൾ സദ്യ, ഇവിടെ ബിരിയാണി, നീ എങ്ങോട്ടാടാ വരുന്നത്? ഞാൻ അമ്മച്ചിയിലൂടെ സദ്യക്ക് പോക്കോളാന്ന് പറയും. അവന് ബിരിയാണി ഇതല്ല. എന്നാലും ഇവിടെ വന്നിട്ട് നാട്ടിലോട്ട് കൊണ്ടുവിടാൻ നേരത്ത് ഫ്ലൈറ്റിൽ വിനു ഫുഡ് ബിരിയാണിയാണ് പറഞ്ഞത്. ഉടനെ ആ ഫ്ലൈറ്റിൽ നിന്ന് 2 ചാട്ടം എന്നോട്. അപ്പം എനിക്ക് അറിയത്തില്ല എനിക്ക് ബിരിയാണി ഇഷ്ടമല്ലെന്ന്. ഞാൻ പറഞ്ഞു പപ്പ ഒരു പൊട്ടനാടാ, നീ 2 സ്പൂൺ തിന്നിട്ട് പുലാവാന്നൊക്കെ പറഞ്ഞിട്ട് അത് ഫ്ലൈറ്റിൽ ആക്ച്വലി നല്ല രസമുണ്ടല്ലോ. ക്വാണ്ടിറ്റി വളരെ കുറവാണ്, പക്ഷെ അത് വേറൊരു ടേസ്റ്റ്. ചിലപ്പോൾ 5 സ്റ്റാർ ഹോട്ടലിലേക്ക് ടൈപ്പായിരിക്കും. ഞാൻ ഇനിയും പോകുമ്പം ഹയാത്തിലൊരു റെസ്റ്റോറൻറ്റ് ഉണ്ടാവും, അവിടെ പോയിട്ട് ഞാൻ ഒരു ബ്ലോഗ് ഉണ്ടാവും, അവിടുത്തെ കുറച്ച് സാധനം കഴിക്കണമെന്ന് വിചാരിച്ചിട്ടുണ്ട്. പോവാണെങ്കിൽ ഞാൻ വീഡിയോ എടുക്കും. ഹയാത്തിൽ ഞാൻ കിച്ചൺ ഞാൻ എന്നാലും ഒരു ബ്ലോഗറെ കാണിച്ചില്ല, ഞാൻ അവരെ ഫോളോ ചെയ്യുന്നത് നല്ലതാണ്. അവർ നല്ല നല്ല റെസ്റ്റോറൻറ്റ് പറയുന്നുണ്ട് എറണാകുളത്ത്. അപ്പം നമുക്ക് ഞാൻ അവിടെ പോയിട്ട് നോക്കണം. അവർ നല്ല കൊച്ചി ബിരിയാണി കിട്ടുന്ന ഇതൊക്കെ പറയുന്നുണ്ട്, അവിടെ പോയി കഴിക്കണം. ഒരേ തിരക്ക്, ആൾക്കാർ വന്നുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ, എല്ലായിടത്തും തിരക്കാന്നേ. അപ്പം ഇങ്ങ് പോരും. ഞാനിനി വരില്ല കേട്ടോ. ഇങ്ങനത്തെ ബിരിയാണി വെക്കാൻ എനിക്കത്. ഞാൻ എറണാകുളത്തും തേപ്പൂട്ടി പോയിട്ടില്ല, ബിക്കോസ് ഞാനൊരു ഫുഡ് ലവറല്ല. വിനുവിന് ഫുഡ് ഭയങ്കര ഇഷ്ടമാണ്. വിനുവിൻ്റെ ഇളയമ്മയൊക്കെ എന്നും ഫുഡാണ്. ഞാൻ ഫുഡ് ലവറല്ല, എൻ്റെ അമ്മയ്ക്ക് ഇഷ്ടമാണ്. എൻ്റെ മോൻ ദോശ, ഇഡ്ഡലി സാമ്പാർ. എനിക്ക് ഏറ്റവും ഇഷ്ടം കപ്പ, മീൻകറി, പുഴുക്ക്, അത് നാടനായിട്ടാണ്. പിന്നെ റെസ്റ്റോറൻറ്റിൽ പോയി കഴിക്കാൻ ബിരിയാണി ഒന്നും കഴിക്കാൻ റെസ്റ്റോറൻറ്റിൽ പോകുന്നതിനോട് എനിക്ക് താല്പര്യമില്ല. അല്ലെങ്കിൽ കുറച്ച് അങ്ങനെയുള്ള അതിൻ്റെ കൂടെ എന്തെങ്കിലുമൊക്കെ സൈഡ് ഉള്ള ഫ്രൈഡ് അങ്ങനത്തെയൊക്കെ വേണം, അതൊക്കെയാണ് ഓക്കെ, ഭയങ്കര ഇഷ്ടം. ഇല്ലെങ്കിൽ നല്ല അപ്പം, നല്ല സ്റ്റൂവ്, ചിക്കൻ റോസ്റ്റ്, ചില്ലി ചിക്കൻ. എനിക്ക് ഹോട്ടലിൽ ചില്ലി ചിക്കൻ ഭയങ്കര ഇഷ്ടമാണ്. വീട്ടിൽ വെച്ചാൽ നമുക്ക് ആ ടെസ്റ്റ് വരില്ല, ഹോട്ടൽസിൽ ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ അതുപോലെ തന്നെ എനിക്കെന്താ ഇഷ്ടം, പുറത്ത് പോയി ഞാൻ പിന്നെ ഒരു നല്ല ടേസ്റ്റാണെങ്കിൽ പിന്നെ അത് തന്നെ ഓർഡർ ചെയ്തിരുന്നു, എന്നാലേ പിന്നെ ഞാൻ അവിടോട്ട് പോവുള്ളൂ. ഞാൻ റെക്കമെൻഡ് ചെയ്ത് പറയുന്ന ദുബായിലൊരു സ്ഥലം നമ്മളെപ്പോഴും കഴിക്കുന്ന മറ്റേ ലുലുവിനകത്തെ, ഞാൻ നമ്മളവിടെ പോയി കഴിക്കത്തില്ല, നിങ്ങളുടെ ലുലുവിനകത്ത്. അതിൻ്റെ പേര് എന്തുവാ? സൽക്കാരം. അയ്യോ, എപ്പം ചെന്നാലും ഒരേ ടേസ്റ്റാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഒന്നും നോക്കാനില്ല, അടിപൊളി ഫുഡ്. എപ്പം ചെന്നാലും അതേതെടുത്താലും അവിടുത്തെ ടേസ്റ്റ്. അപ്പോൾ ഒരു ചമ്മന്തിക്ക് തന്നെ എന്ത് ടേസ്റ്റാണ്, ഒരു ടേസ്റ്റ് വരും. ഞാനും അവിടെ പോകും, നമുക്ക് മുതൽ ഇത് വളപ്പി സാരില്ല, ഞാൻ ഹാഫേ കഴിച്ചോളൂ, മതി. എനിക്ക് വേണ്ട ബീഫ് കഴിച്ചോ. ചിക്കൻ പീസല്ല ഞാൻ കഴിച്ചു, അവർ പൈസ തന്നിട്ടില്ല, അതെനിക്കിഷ്ടമാണ്. അതെങ്ങനെ എന്നാലും എവിടുത്തെ ആണെങ്കിലും എനിക്കിഷ്ടം. ബിക്കോസ് ഞാനൊരു മധുരമുള്ള കൂറാണ്. എൻ്റെ കല്യാണ ബിരിയാണിയുടെ മസാല കൂട്ടിയാണ് പിന്നെ ബീഫ് ബിരിയാണി കഴിക്കുന്നത്. ബീഫിനകത്ത് മസാല കുറവാണ്. ഇതൊരു അച്ചാർ നല്ലതാ, മറ്റേ
പുളിയും ഇതെല്ലാം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടി ഒരു മധുരമൊക്കെ ഇട്ടിട്ട് ഡേറ്റ്സ് അല്ല ഷുഗർ തന്നെ ഇട്ടിരുന്നു. ബാലൻസ് ആയിട്ടിരുന്നു. പക്ഷെ ഇന്നലെയും കണ്ടിട്ടതാണ് കാരണം ഒട്ടും മെൽറ്റായിട്ടില്ല, ഫ്രഷ് ആയിട്ട് തന്നെ ഇരിക്കുന്ന നാരങ്ങ. പക്ഷെ അത് അറിയാത്തത് അതിൻ്റെ മസാലയ്ക്ക് അതും മധുരവും വിനാഗിരിയൊക്കെ പക്കയാണ്. ബിക്കോസ് ഞാൻ പണ്ട് ഈ പിക്കിൾ സെയിൽ ചെയ്യുന്നുണ്ടായിരുന്നു. എൻ്റെ ഫേസ്ബുക്ക് പേജിനകത്ത് യൂണീക്ക് പിക്കിൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിക്കിൾ ബിസിനസ് ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ സ്റ്റോപ്പ് ചെയ്ത. എനിക്ക് ഇപ്പോഴും അതിനകത്ത് ചോദിച്ചു വരാറുണ്ട്. അതുകൊണ്ട് അച്ഛൻ്റെ കരുതോ ഞാനൊരു പുഴയാണോ, ഞാൻ തന്നെ എനിക്ക് പുകഴ്ത്തുന്നതല്ല, കുഴപ്പമില്ല. ഞാൻ എല്ലാ ടൈപ്പിലുള്ള അച്ചാറും ഇടുന്നു. ബീഫ്, മറ്റേ ചെമ്മീന്, പിന്നെ ഫിഷ്, ഇതായിരുന്നു ഭയങ്കര സെയിലുണ്ടായിരുന്ന ഐറ്റം. പിന്നെ എൻ്റെ കൈയൊക്കെ ഈ വെളുത്തുള്ളി പൊളിച്ച് ഈ സ്കിൻ പീലായപ്പോഴേ പിന്നെ ഞാൻ നിർത്തി. പിന്നെ എനിക്ക് വയ്യാണ്ടായി, ഇത് വറുത്ത് കുറഞ്ഞ എനിക്ക് സ്മെല്ല് ഭയങ്കര ഇത്. അപ്പം നമുക്കൊന്നും കഴിക്കാൻ തോന്നില്ല. അപ്പം പിന്നെ അത് അങ്ങനെ സ്റ്റോപ്പ് ചെയ്ത. ഒരു ചേച്ചി ഉണ്ടായിരുന്നു, ചേച്ചിയെ വിളിച്ചിട്ട് അപ്പം നമുക്ക് അങ്ങോട്ട് എനിക്ക് തന്നെ ചെയ്താലേ എനിക്കൊരു സംതൃപ്തി വരുള്ളൂ. ഇപ്പോൾ 1 കിലോ ഒരു കിലോ ചെമ്മീൻ പറഞ്ഞാൽ 1.5 കിലോ വാങ്ങിക്കും ചെമ്മീനും. എന്നിട്ട് ഞാൻ അച്ചാറിടുന്നത്. അപ്പോൾ എല്ലാവരും എൻ്റെ അടുത്തുനിന്ന് പിന്നെ വാങ്ങി, അവർ ഫ്രണ്ട്സിനൊക്കെ പുറത്ത് പോകാനൊക്കെ വാങ്ങിക്കുമായിരുന്നു. അവരെപ്പോഴും പറയും ഇതെങ്ങനെ നിങ്ങൾക്ക് മുതലാവുന്നു. ഞാനും എനിക്ക് അപ്പം ഒത്തിരി മസാല ഇട്ടിട്ട് ചെമ്മീൻ കുറച്ച് അങ്ങനെയല്ല. എൻ്റെ ഓരോ സ്പൂണിലും നിറയെ ചെമ്മീൻ കാണും. രാവിലെ പോയി ഞാൻ നമ്മുടെ ഇവിടെ നിന്നായിരുന്നു മീൻ എടുക്കുന്നത്, അതായത് തോപ്പുംപടി ഹാർബറിൽ നിന്ന്. ഒരു പയ്യനുണ്ട്, ഞാൻ പേര് മറന്നു. അവന് ഹാർബറിന് വെളിയിൽ കൊണ്ടുതരും ഫിഷ്. എന്നിട്ട് ഞാൻ പൈസ കൊടുത്തിട്ട് വാങ്ങിച്ചു. അങ്ങനെ അതൊരു കാലം. അന്ന് മോൻ ചെറുതായിരുന്നു. അപ്പം നമുക്ക് വേറെ പോക്കറ്റ് മണിയോ കാര്യങ്ങളോ ഒന്നുമില്ല. ഞാനൊരു അഭിമാനിയാണ്. സോ എനിക്ക് വേറെ 1 രൂപ വാങ്ങുന്നത് തന്നെ ചോദിച്ച് വാങ്ങുന്നതൊക്കെ ഭയങ്കര മടിയുള്ള കാര്യമാണ്. ഇവൻ ഹസ്ബൻഡാണേ തന്നെ. അപ്പം നമ്മൾ അതിന് എന്താണ് നമുക്കറിയാവുന്ന വീട്ടിൽ നിന്ന് എന്താണ് ചെയ്യാൻ പറ്റുക, അങ്ങനെ തുടങ്ങിയതാണ് ഞാൻ യൂണീക്ക് പിക്കിൾ. പക്ഷെ വമ്പായിട്ടായിരുന്നു. നല്ല തിരക്കായിട്ടുണ്ട്. പ്രോഗ്രാം ഒന്നും സ്റ്റാർട്ട് ചെയ്തില്ല, അതിൻ്റെ സൗണ്ട് ചെക്കിംഗ് ഒക്കെയാണ്. അതാ മുമ്പേ നമ്മൾ വർത്താനം പറഞ്ഞപ്പം ഒരേ ബഹളവും പാട്ടും കുത്തും. ഇതിൻ്റെ ഇടയിൽ അവിടെ നിന്നിട്ട് വിനു 2 ഫോട്ടോയൊക്കെ എടുത്തേ. ഞാൻ ഇതിൻ്റെ കൂടെ പിൻ ചെയ്തിട്ടേക്കാമേ. ലാസ്റ്റ് ചെയ്യാൻ നോക്കട്ടെ. അത് ആടില്ല അവിടെ ഷട്ടിൽ പറ്റി. ഞാൻ പറഞ്ഞു അവിടെ നിന്ന് 2 ഫോട്ടോയൊക്കെ വിനു എടുക്കും. അവിടെ ഒരു നല്ലൊരു സ്പേസ് ഉണ്ട്. മറ്റേ വാൾ സ്റ്റിക്കർ ഒട്ടിച്ചിട്ടുണ്ട്. നല്ല രസം. ഒരു ഗ്രീൻ, അതായത് വയലിൻ്റെ ഒരു സെറ്റപ്പ്.